ഇതാണ് സംഭവം. കണ്ടിട്ട് കുറച്ച് ലുക്ക് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ നേരത്തെ കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പം കുറച്ച് കളർ മങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്നു. ഇനി സമയം കഴിയും തോറും ഇതിൻ്റെ കളർ കുറഞ്ഞു വരുമോ എന്നുള്ളത് അറിയാൻ വയ്യ. ഹായ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലെത്തുന്നത്. സത്യത്തിൽ ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഭയങ്കര ബിസിയാണ്. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് സ്കൂളിൽ പോകണം, തന്നെ അല്ലാതെയും കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ട്. എല്ലാം കൂടി പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് ഒരു തക്കാളി മുറുക്കിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ അത്ര വലിയൊരു പെർഫെക്റ്റ് ഷെഫൊന്നും അല്ല കേട്ടോ. നമ്മുടെ ChatGPT ആണ് എൻ്റെ ഗുരു. അത് പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടില്ല, ആ ഒരു പുളിയും കിട്ടിയിട്ടില്ല. കാണുമ്പോൾ ഒരു ചെറിയ ലുക്കുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്താ പറയണേ. 3 തക്കാളിയും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തതിന് ശേഷം തക്കാളി ഒന്ന് ബോയിൽ ചെയ്യുക. ഈക്വലായിട്ട് എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയും കൂടെ ജീരകം, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുന്ന അതേ അളവിൽ തന്നെ, ചപ്പാത്തി കുഴയ്ക്കുന്ന അളവിലല്ല, ശകലം കൂടി കട്ടി ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ ആ ഒരു അനുപാതം എന്ന് പറയുന്നത്. സംഭവത്തിന് സൗണ്ടൊക്കെ ഉണ്ട്, ആ ഒരു ക്രിസ്പിനെസ് ഉണ്ട്. കളറിൻ്റെയും പുളിയുടെയും കാര്യത്തിലേ ഉള്ളൂ. തൽക്കാലം ഇത് തക്കാളി മുറുക്കാന്ന് പറയണ്ട, സാധാ മുറുക്കാന്ന് പറയാം. സാധാ മുറുക്കാന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു ചെറിയൊരു പുളിയുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അത്രയും ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഒരു വട്ടം കൊണ്ട് ഉണ്ടാക്കാം അല്ലേ?